അസ്സലാമു ഇന്ന് നമുക്ക് ഒരു അതിഥിനെയാണ് ഇവിടെ വീണ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം വലിയൊരു ദൗത്യവുമായിട്ടാണ് വന്നത്. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററിൻ്റെ ചെയർമാൻ ജബ്ബാർ ഹാജി, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ എന്താ പറയുക ടെക്നിക്കൽ ഡയറക്ടർ പുള്ളിയാണ്. അതിൻ്റെ ഒക്കെ രൂപവും ഭാവവും ഒക്കെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ NV അഷ്റഫ്. പുള്ളി NV അസോസിയേറ്റ് എന്ന് പറയുന്ന NV ബിൽഡേഴ്സിൻ്റെ ഒക്കെ മുതലാളിയാണ്. കാരണം പുള്ളിയാണ് അത് ഉണ്ടാക്കുന്നത്. വലിയ ലാഭമൊന്നും എടുക്കാതെ പണിയെടുക്കുന്നതുകൊണ്ട് ജബ്ബാർ എപ്പോഴും കൂടെ കൊണ്ടു കിടക്കുകയാണ്. അപ്പോൾ ഡയാലിസിസ് സെൻ്ററിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസിസ് സെൻ്ററാണ്. അപ്പോൾ ആ ഡയാലിസിസ് സെൻ്റർ പുതിയ ഒരു സംഭവം തുടങ്ങാൻ പോകുന്നു. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക്, അതുപോലെ തന്നെ നോക്കാനാളില്ലാത്ത ആളുകൾക്ക്, വൃദ്ധരൊക്കെ എല്ലാവർക്കും പറ്റുന്നൊരു ഹാപ്പിനെസ് പാർക്ക്. ഒരു റൂമിൻ്റെ ഉള്ളിൽ തളച്ചിടുക അല്ലാതെ. ഇപ്പോൾ പണ്ടൊക്കെ പറയും ഒരു ആണും പെണ്ണും ഒരു കുട്ടി ഉണ്ടാകുന്നതോടുകൂടി അച്ഛനും അമ്മയും ആയിന്ന്. പക്ഷേ അച്ഛനും അമ്മയും ആവുന്നതോടൊപ്പം തന്നെ അവരുടെ ജീവിതം താളം തെറ്റുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. വീടിൻ്റെ ഉള്ളിൽ തളച്ചിടപ്പെടുന്ന ഓട്ടിസം ബാധിച്ച കുട്ടികൾ. അപ്പോൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി മലപ്പുറം ജില്ലയിൽ എനിക്ക് വളരെ മാതൃകാപരമായി കേരളത്തിൽ തന്നെ മാതൃകയാകുന്ന ഒരു സംരംഭത്തിൻ്റെ തുടക്കമാണ്. ആദ്യം തന്നെ എല്ലാവരോടും പറയാം, 9-ാം തീയതി ഫെബ്രുവരി 9-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ്. അപ്പോൾ ഗൾഫിലുള്ള ആളുകളെ, പിരിവിനൊന്നും വന്നതല്ല ജബ്ബാർ ഹാജി, ഗൾഫിലുള്ള ആളുകളെ, വേണ്ടപ്പെട്ട നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ആ ചടങ്ങിന് നേരിട്ട് ക്ഷണിക്കാൻ വേണ്ടി പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളുടെ ഒക്കെ നിർദ്ദേശപ്രകാരം നേരിട്ട് ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ഹാപ്പിനെസ് പാർക്കിനെ കുറിച്ച്, സ്റ്റെപ്സ് ഹാപ്പിനെസ് പാർക്കിനെ കുറിച്ച് ജബ്ബാർ ഹാജി പറയും. കൊണ്ടോട്ടിയിൽ നീണ്ട 10 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്റർ വളരെ വിജയകരമായി അത് മുന്നോട്ട് പോവുകയാണ്. നീണ്ട ഈ 10 വർഷ കാലയളവിനിടയിൽ ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങൾക്ക് തണലായി നിന്നവർ നിരവധി പേരുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലായി 1,73,000-ലേറെ സൗജന്യ ഡയാലിസുകൾ ചെയ്തു കൊടുത്ത കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസിസ് സെൻ്ററാണ് കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്റർ. അതോടുകൂടി തന്നെ നിരവധി പദ്ധതികളും ഞങ്ങളതിൻ്റെ കൂടെയുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്ക് സൈക്കിൾ അസംബ്ലിങ് യൂണിറ്റ് നടത്തി അവർക്ക് ഉപജീവനം കൊടുക്കുന്നൊരു മാർഗമുണ്ട്, വഴിയുണ്ട്. കൂടാതെ ഫിസിയോതെറാപ്പിയുണ്ട്. ഈ രോഗത്തെ നേരത്തെ കണ്ടെത്തുന്നതിന് മൊബൈൽ ലബോറട്ടറി ഉപയോഗിക്കുന്നു. 2021 ഞങ്ങൾ ലോഞ്ച് ചെയ്ത് അതിനുശേഷം ഇപ്പോൾ 500-ലേറെ ക്യാമ്പുകൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം, കേരളത്തിൻ്റെ പുറത്തും ചില സ്ഥലങ്ങളിൽ പോയി നടത്തി. തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ നടത്തി. ഇതിൻ്റെ ഭാഗമായി 1,03,000-ലേറെ ആളുകളെ ടെസ്റ്റ് ചെയ്തു. 2,500-ലേറെ രോഗികളെ കണ്ടെത്തി എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് ഏറെ ചാരിതാർത്ഥ്യം നൽകുന്നുണ്ട്. കാരണം എത്രയോ രോഗികളെ ആ ഡയാലിസിസ് കിടക്കയിലേക്ക് മാറ്റിക്കിടത്താതെ അവരെ രോഗത്തിൽ നിന്ന് മുക്തമാക്കാൻ ഞങ്ങൾക്ക് നിമിത്തമായി എന്നുള്ളത് ഒരു വലിയ സന്തോഷകരമായ കാര്യമാണ്. അതോടനുബന്ധിച്ചാണ് നേരത്തെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ഞങ്ങളുടെ ഡയാലിസിസ് സെൻ്ററിൻ്റെ ഡയറക്ടർ കൂടിയായ പ്രിയപ്പെട്ട നാസിർ പൊന്നാട് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സ്റ്റെപ്സ് എന്നൊരു പുതിയ നല്ലൊരു പദ്ധതിക്ക് ഞങ്ങൾ തുടക്കമിടുകയാണ്. സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ശിഹാബ് തങ്ങൾ എംപവർമെൻറ്റ് പാലിയേറ്റീവ് സോൺ എന്ന് നാമകരണം ചെയ്തുകൊണ്ട് നിരവധി കാര്യങ്ങൾ ഞങ്ങളുടെ ഡയറക്ടറും പ്രിയപ്പെട്ട ഈ അഷ്റഫ് എഞ്ചിനീയർ ഇവിടെ ഉണ്ട്, അദ്ദേഹം അതിനെക്കുറിച്ച് പറയും, അതിൻ്റെ ഡീറ്റെയിൽസ്. ഞങ്ങൾ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള ഒരു ബൃഹത്തായ വലിയൊരു പദ്ധതിയാണ് ഞങ്ങൾ ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കായി തുടക്കാൻ പോകുന്നത്. കൂടാതെ വീട്ടിൽ കിടപ്പിലായി പോയവരെ അവരുടെ വീടുകളിൽ ചെന്ന് കൊണ്ടുവന്ന് എല്ലാവിധ പരിചരണവും അവർക്ക് വേണ്ടിയുള്ള എല്ലാം നൽകി അവരെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ പരിപാടിയും, അഗതികളും അനാഥരുമായി ആരോരും നോക്കാനില്ലാത്ത ആളുകളെ കണ്ടെത്തി അവർക്ക് സംരക്ഷണം നൽകുന്ന പരിപാടി, അതുപോലെ തന്നെ വെന്റിലേറ്റർ സൗകര്യം, അങ്ങനെ തുടങ്ങി വിവിധ കാര്യങ്ങൾ വിശദമായി അഷ്റഫ് പറയും. ഇതൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 34 കോടി രൂപയാണ് അതിന് ചെലവ് പ്രതീക്ഷിക്കുന്നത്.
നേരത്തെ പറഞ്ഞതുപോലെ ഈ 9-ാം തീയതി അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുകയാണ്. സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, കേരളത്തിലെ മത, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിലെ നിരവധി ആളുകളും പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങാണ് 9-ാം തീയതി. ക്ഷണിക്കാനായി ഞങ്ങൾക്ക് എന്നെന്നും ഞങ്ങളോട് കൂടെ നിന്ന ഗൾഫ് പ്രവാസികൾ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഇവരോടൊക്കെ ക്ഷണിക്കാനാണ്. നിരവധി 2 ദിവസമായിട്ടേ ഉള്ളൂ. കുറേയേറെ ആളുകളെ കാണാൻ കഴിഞ്ഞു, എന്നാൽ പലരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞതുപോലെ ഇതൊരു ക്ഷണമാണ്, നിങ്ങളെത്തണം. അന്ന് കഴിയുന്ന ആളുകളൊക്കെ, പ്രവാസി സുഹൃത്തുക്കൾ, നാട്ടിലുള്ളവർ, അതുപോലെ തന്നെ ഇവിടെ ഉള്ള ആളുകൾ, വരാൻ കഴിയുന്നവർ, ഏറ്റവും വലിയ ഒരു നന്മയുടെ തുടക്കമാണ് അവിടെ സ്ഥാപിതമാകാൻ പോകുന്നത്. അതിന് നിങ്ങളെല്ലാവരും കർമ്മസാക്ഷിയാവാൻ കഴിയുന്ന ആളുകൾ എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത് കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോട്ടിൽ വെട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് പ്രവാസികൾ മാത്രമല്ല, നമ്മുടെ ശ്രോതാക്കൾ വലിയൊരു ശതമാനം എല്ലാ രാജ്യത്തുള്ള മലയാളികളുണ്ട്. എല്ലാവരെയും ജബ്ബാറാജി ക്ഷണിക്കുകയാണ്. ആ ചടങ്ങിൽ നാട്ടിലുള്ളവരൊക്കെ തന്നെ പങ്കെടുക്കണം. അതുപോലെ ജബ്ബാറ NV തുടങ്ങുന്നതിൻ്റെ മുമ്പ് ജബ്ബാറായി വിട്ടുപോയ 2 കാര്യം കൂടിയുണ്ട്. ഒന്ന്, സൗജന്യ ക്യാൻറ്റീൻ ഉണ്ട് അവിടെ. അവിടെയുള്ള രോഗികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള അത്ര ഭക്ഷണം കഴിക്കാൻ ₹1 പോലും വാങ്ങാതെയുള്ള സൗജന്യമായ ക്യാൻറ്റീൻ ഉണ്ട്. അതുപോലെ തന്നെ കുടിവെള്ളം, അത് വലിയൊരു പ്രശ്നമാണ്. കുടിവെള്ളമാണ് പല രോഗങ്ങളുടെയും മൂല്യ കാരണം. അത് ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെ ഒരു സംഘടന നടത്തുന്നുണ്ടാവില്ല. വീടുകളിൽ പോയിട്ട് അവരെ വെള്ളം എടുത്ത് ആ വെള്ളത്തിൻ്റെ pH ഇതെല്ലാം പരിശോധിച്ചിട്ട് അത് അങ്ങനെ ഒരു ലാബും കൂടി ഡയൽ സെൻ്ററിനുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, പാരാമെഡിക്കൽ കോഴ്സുകൾ നടത്തുന്ന ഒരു സംരംഭമുണ്ട്. അദ്ദേഹം അത് വിട്ടുപോയതാണ്. അപ്പോൾ നമ്മൾ ഈ ഓട്ടിസത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 2012 ഡോക്ടർ ജയരാജൻ സാറിൻ്റെ ഒരു അധ്യക്ഷനായിട്ടൊരു കമ്മിറ്റി വെച്ചു സർക്കാർ. പക്ഷേ ആ റിപ്പോർട്ട് ഇന്ന് വരെ വെളിച്ചം കണ്ടിട്ടില്ല. അതിനനുസരിച്ച് ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു തീരുമാനം ഗവൺമെൻറ് തലത്തിലെടുത്തിട്ടില്ല. ഞങ്ങളൊക്കെ തന്നെ ഞങ്ങളെല്ലാം കൂടി തന്നെ കേരളത്തിൽ പല സെൻറ്ററുകളിലും പോയി കണ്ടു. അവിടെ നിന്നൊക്കെയുള്ള വിഷയങ്ങൾ പഠിച്ചു. അവിടെയൊക്കെയുള്ള ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടു മനസ്സിലാക്കി. ചില രക്ഷിതാക്കളൊക്കെ അത് ജബ്ബാറാജി പറയുന്ന വിചാരിച്ചിരുന്നത് മക്കളെ കൊല്ലുന്നവർ, അതിൻ്റെ കണക്ക് അല്ലേ വലിയൊരു ശതമാനം. കാരണം മരിച്ചു പോകുമ്പോൾ അമ്മയും വാപ്പയോ അല്ല അച്ഛനമ്മയോ മരിച്ചു പോകുമ്പോൾ ആ മക്കളെ അനാഥമാക്കി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്ത് ആലോചിച്ചിട്ട് മക്കളെ കൊല്ലുന്ന ആളുകളുടെ കുറേ ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ടാകുക കാരണം കൊണ്ട്, സ്നേഹം കൊണ്ടല്ല, അല്ലാതെ അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല. അത് വലിയൊരു ഇതാണ്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ബൃഹത്തായ സംരംഭം തുടങ്ങുന്നത്. അത് എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നുള്ളത്, അതിൻ്റെ ഉള്ളിലുള്ള ആ ബിൽഡിങ്ങും അതിൻ്റെ അവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത് ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ അതിൻ്റെ സാങ്കേതികമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുക NVSFനാണ്. അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഡയറക്ടറും കൂടിയാണ്. ഇപ്പോൾ ഡയൽ സെൻ്ററിന് തന്നെ ഒരു മാസം 42.5 ലക്ഷം രൂപയാണ് നമുക്കൊരു മാസം കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയൽ സെൻ്ററിന് മാത്രം ചെല്ലും. കാരണം രോഗിയുടെ അടുത്ത് ₹1 പോലും രോഗിയുടെ അടുത്ത് നിന്ന് വാങ്ങുന്നില്ല. ഇനിയിപ്പോൾ ഇത് വരുമ്പോൾ ഈ 34 കോടി രൂപ എന്നാണ് ഇതിന് അടിസ്ഥാന സൗകര്യം ഒരുക്കാനാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കൊന്ന് 100ഓളം സ്റ്റാഫ് വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചിടത്തോളം, നമ്മളെ സംഭവിച്ചിടത്തോളം പ്രവാസികളും എല്ലാ സന്മനസ്സരായ ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ ഇന്നാളൊരു റിപ്പോർട്ട് വായിച്ചത്, ഇന്ത്യയിൽ 30% ആളുകൾ ഈ കിഡ്നി രോഗം വന്നിട്ട് ചികിത്സ കിട്ടാതെ ഡയാലിസിസ് ചെയ്യാൻ പണം ഇല്ലാതെ മരണപ്പെടുന്നവരുണ്ടെന്ന് പറഞ്ഞു. ആ ഒരവസ്ഥ എന്ത് തന്നെ ആയാലും മലബാറിലില്ല. അവിടെ പ്രത്യേകിച്ചും മുസ്ലിം ലീഗിൻ്റെ കീഴിലുള്ള ശിഹാബ് തങ്ങളുടെ അതുപോലെ ഡയൽ സെൻറ്റർ, CH സെൻറ്റർ പോലെയുള്ള ഒരുപാട് ഡയൽ സെൻറ്ററുകൾ മലബാറിൽ മാത്രമല്ല വ്യക്തികൾ പല സ്ഥലത്തും ഇപ്പം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്സിനെ കുറിച്ച് മറ്റേത് നമ്മളെ എപ്പിസോഡ് നീണ്ടുപോകും. അതിനെക്കുറിച്ച് NVSF വിശദമായിട്ട് പറയും. ഒന്നും കൂടി ചെയർമാൻ എല്ലാവരും ക്ഷണിക്കുകയാണ്. 9-ാം തീയതി മറക്കണ്ട, 4 മണിക്ക് അല്ലേ, 4 മണിക്ക് എടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിലുള്ള വെട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ വലിയ ചടങ്ങ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞു വെച്ചോണ്ട് തന്നെ തുടങ്ങാം. ഓട്ടിസം അഥവാ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്ന ASD എന്ന് പറയുന്ന അസുഖവും അതുപോലെ സെറിബ്രൽ പൾസി, ഇത് രണ്ടും ഒരേ പോലെ സംഭവങ്ങളാണ്. അപ്പോൾ ഇത് ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കളുടെ കഷ്ടപ്പാടും പ്രശ്നങ്ങളും ശരിക്ക് നമ്മുടെ ചെയർമാൻ്റെ ശ്രദ്ധയിൽ ഡയറക്റ്റ് പല സ്ഥലങ്ങളിൽ നിന്നും പല അനുഭവങ്ങളിൽ നിന്നും നേരിട്ട് ശ്രദ്ധയിൽപ്പെട്ട അടിസ്ഥാനത്തിൽ ചെയർമാൻ ഒരു
പ്രൊഫഷണൽ ഗ്രൂപ്പ് എന്ന് നമ്മൾ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനെ വിളിച്ച് ചർച്ച, നാസൊക്കെ ഉണ്ടെന്ന ഗ്രൂപ്പിൽ കൊണ്ടുപോയിട്ട് വെച്ച് ഉണ്ടായ ചർച്ചയിലാണ് ഇത്തരം ഒരു ഹാപ്പിനെസ് പാർക്ക് എന്നൊരു ആശയം മുന്നോട്ട് വെക്കേണ്ടത്. അപ്പോൾ ഇതിൽ പേര് കേട്ടതുപോലെ തന്നെ ഹാപ്പിനെസ് എന്ന ഒരു വാക്കലുണ്ടല്ലോ. അപ്പം ഈ കഷ്ടപ്പെടുന്നവർക്ക് സന്തോഷം കൊടുക്കുക എന്നൊരു ആശയം തന്നെയാണ് ഇത് നമ്മൾ ഷെയർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ലൊക്കേഷൻ തിരഞ്ഞെടുത്ത മുതൽ പറഞ്ഞ ശരിക്കും പറഞ്ഞു വരുമ്പോൾ ലൊക്കേഷൻ തിരഞ്ഞെടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞു അവിടെ വരുമ്പോൾ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ഉയർന്ന സ്ഥലമായിക്കോട്ടെ, അങ്ങനെ ആ ഭൂമിൻ്റെ ഷേപ്പ് കണ്ടാൽ മനസ്സിലാകും ഒരു മലമുകളിൽ നല്ല വിശാലമായ നല്ല കാഴ്ചകളുള്ള പേര് പോലെ തന്നെ സ്റ്റെപ്പാണ് അല്ലേ? അതെ, ഓരോ ഫ്ലോറിൽ നിന്നും നല്ല പുറത്തോടെ ഇൻഫിനിറ്റി വ്യൂ ഒക്കെ വരുന്ന രൂപത്തിലുള്ള ഒരു ഭൂമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനത്തെ സ്ഥലത്ത് നിർമ്മാണം നടത്തുമ്പോൾ വെല്ലുവിളികളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഏറ്റെടുക്കും എന്നുള്ള വിശ്വാസത്തിൽ നമ്മളത് ആ രൂപത്തിൽ പ്ലാൻ ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഏകദേശം പ്ലാനിങ് ആയിട്ട് അപ്രൂവലൊക്കെ വന്നു. വർക്ക് തുടങ്ങാൻ പോവാണ്. വരുന്ന 9-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് തറക്കല്ലിടാൻ പോവാണ്. അപ്പോൾ ഈ ഓട്ടിസം എന്ന വിഷയത്തെ നമ്മൾ ഒറ്റ വാക്കിൽ പറയുമ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ സർവീസ് കൊടുക്കുന്നു? കാരണം ഓട്ടിസത്തിൽ ഇപ്പം നിലവിൽ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ഗവൺമെൻറ് സംവിധാനമുള്ള ബഡ്സ് സ്കൂളുകളാണ്. ഈ ബഡ്സ് സ്കൂൾ ശരിക്കും എത്ര ശതമാനം ആളെ കവർ ചെയ്യുന്നു ചോദിച്ചാൽ വളരെ കുറച്ച് ശതമാനമാണ്. കാരണം ഓട്ടിസം എന്ന് ഒറ്റ വാക്ക് പറയുമ്പോൾ അതിനെ നമുക്ക് 3 ആക്കി തിരിക്കാം. മൈൽഡ്, മോഡറേറ്റ് ആൻഡ് സിവിയർ 3 സ്റ്റേജാക്കി തിരിക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. കാരണം ഒന്നാമത്തെ സ്റ്റേജ് മൈൽഡ് സ്റ്റേജ് കൈകാര്യം ചെയ്യാൻ ആവശ്യമായ ബഡ്സ് സ്കൂളുകളും സംവിധാനങ്ങളും നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ശരിക്ക് ഈ ഒരു ഘട്ടത്തിൽ വരുന്ന കുട്ടികളെ നമ്മൾ പുറം ലോകം അറിയുന്നുള്ളൂ ഈ ഭാഗത്തിൽ. അടുത്ത സ്റ്റേജ് പിന്നത്തെ സ്റ്റേജുള്ള കുട്ടികൾ വീടിൻ്റെ ഉള്ളിൽ അവർ ചങ്ങല കിട്ടവരുണ്ട്, പട്ടിക്കൂടിൽ അടച്ചിട്ടവരുണ്ട്, റൂമിൽ പൂട്ടിയിട്ട് ജോലിക്ക് പോകുന്ന വീടുകളുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്ത് പോലും ഈ ഓട്ടിസം ഉണ്ടോ തിരിച്ചറിയുന്ന രൂപത്തിലേക്കുള്ള സംവിധാനം മുതൽ തുടങ്ങിയിട്ട് 18 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ പരിശോധിക്കുന്ന രൂപത്തിലുള്ള ഒരു ഡിവിഷൻ, അതായത് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഡിവിഷനാണ് ഒന്നാമത് നമ്മൾ തുടങ്ങാൻ പോകുന്ന ഒരു ഡിവിഷൻ. അതിൽ ഞാൻ പറഞ്ഞല്ലോ ഗർഭസ്ഥ മുതൽ 18 വയസ്സ് വരെയുള്ള സമയത്ത് നമ്മൾ പരിശോധിച്ചിട്ട് അവർ നമുക്ക് ഏത് ടൈപ്പാണ് വേർതിരിച്ചിട്ട് ആ ടൈപ്പിൻ്റെ ആവശ്യമായിട്ടുള്ള നമ്മുടെ ഡോക്ടേഴ്സൊക്കെ ഇതിലുള്ള മൊഡ്യൂൾസ് ഉണ്ടാക്കുന്നുണ്ട്. ആ മൊഡ്യൂൾസ് പ്രകാരമുള്ള ചികിത്സ ട്രീറ്റ്മെൻറ്റ് എന്താണോ, ചിലർക്കത് മെഡിക്കേഷൻ വരും, ചിലർക്കത് ഒക്യുപേഷൻ തെറാപ്പി ഉണ്ടാവും, ഫിസിയോതെറാപ്പി ഉണ്ടാവും, അതുപോലെ സ്പീച്ച് തെറാപ്പി ഉണ്ടാവും, ലാംഗ്വേജ് തെറാപ്പി ഉണ്ടാവും, ഫാമിലി കൗൺസിലിംഗ് വേണ്ടി വരും. അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയോട് കൂടിയുള്ള ഒരു സെൻറ്റർ. അങ്ങനെ വരുമ്പം ഇതിൽ ഒരു നിശ്ചയ ശതമാനം കുട്ടികളെ നോർമൽ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന രൂപത്തിലേക്കാക്കി മാറ്റാൻ നമുക്ക് കഴിയും. ബാക്കി വരുന്ന ഒരു നിശ്ചയ ശതമാനം കുട്ടികളെ നമ്മളുടെ തന്നെ അവിടെയുള്ള സ്പെഷ്യൽ സ്കൂൾ, അതായത് 10 ക്ലാസ് റൂമുകൾ, ഒരു ക്ലാസ് റൂം 8 കുട്ടി വെച്ചുള്ള 10 ക്ലാസ് റൂമുകൾ നമുക്ക് ഉണ്ടാവും. അവിടെ സ്പെഷ്യൽ സ്കൂൾ വെച്ച് പഠിപ്പിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടി ഒരു സ്പെഷ്യൽ സപ്പോർട്ട് ആവശ്യമുള്ള കുട്ടിയായതുകൊണ്ട് സ്പെഷ്യൽ സ്കൂൾ പഠിപ്പിച്ചിട്ട് അവരെ നമ്മൾ വെക്കേഷനിൽ നമുക്ക് രണ്ടാമത് വരുന്ന ഒരു സംവിധാനമാണ് വെക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ. അപ്പോൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഏർലി ഇൻ്റർവെൻഷൻ, രണ്ടാമത് വെക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ. അപ്പം ഒരു നിശ്ചയ ശതമാനം കുട്ടികളെ നമ്മൾ വെക്കേഷണൽ ട്രെയിനിങ് സെൻറ്ററിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നു. അതായത് ഇനീഷ്യൽ പ്രാരംഭ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഈ വിഭാഗം കുട്ടികളുടെ പ്രത്യേകത അവർക്ക് ചിലവർക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും, ചില വിഷയങ്ങൾ അവർക്ക് ഭയങ്കര ഫോക്കസും ഭയങ്കര ഇതായിരിക്കും. അപ്പം അവരെ ട്രെയിൻ ചെയ്യാൻ ആവശ്യമായുള്ള കമ്പ്യൂട്ടർ ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്, നമുക്ക് പേപ്പർ ബാഗ് നിർമ്മാണ യൂണിറ്റ് ഉണ്ട്, സൈക്കിൾ അസംബ്ലിംഗ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ഒരു 10-12ഓളം വെക്കേഷണൽ ട്രെയിനിങ് യൂണിറ്റുകൾ നമുക്ക് സംഗീതം നല്ല പാട്ട് 12ഓളം സംവിധാനങ്ങൾ ഒരുക്കിയിട്ട് ഏത് കഴിവാണ് ആ കുട്ടികൾ ആ കുട്ടീനെ ആ കഴിവിൽ നമ്മൾ ഉയർത്തി കൊണ്ടുപോകുന്നിട്ട് ഒരു 18 വയസ്സാകുമ്പോൾ ആ കുട്ടി സമൂഹത്തിൽ ഇറങ്ങിച്ചെന്ന രൂപത്തിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് രണ്ടാമത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഞാൻ പറഞ്ഞ വെക്കേഷണൽ ട്രെയിനിങ് സെൻറ്റർ എന്ന സംഭവം. ഇനി മൂന്നാമതൊരു ഭാഗം നേരത്തെ പറഞ്ഞു സിവിയർ കേസിലേക്ക് പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങൾക്കൊന്നും നമുക്ക് ഈ കുട്ടികൾ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെയാണ് നമുക്ക് സൈക്കോ സോഷ്യൽ ഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം വരുന്നത്. നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ ഏർലി ഇൻ്റർവെൻഷനിൽ 50 കുട്ടികളെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് പരിശോധിക്കുകയും 300 ആൾ ഡെയിലി നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ സംവിധാനം നമുക്കുണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞ സൈക്കോ സോഷ്യൽ ഹാബിലിറ്റേഷനിൽ 50 പേരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിട്ട് അവർക്ക് ചിലർക്ക് അസിസ്റ്റൻസ് ആവശ്യം ഉണ്ടാവും. അപ്പോൾ അവർ പേരൻസ് കൂടെ നിൽക്കുന്ന സംവിധാനം ഉണ്ടാവും, അതല്ലെങ്കിൽ നമ്മളെ കെയർടേക്കർമാർ അവർ നോക്കുന്ന സംവിധാനം ഉണ്ടാവും. അങ്ങനെ അതാണ് മൂന്നാമത് വരുന്ന സംവിധാനം നമുക്കുള്ളത്. നാലാമത് വരുന്നത് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് ഹാബിലിറ്റേഷൻ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നട്ടലിനൊക്കെ ക്ഷതമായിട്ട് വീട്ടിൽ കിടപ്പിലായ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള അസുഖങ്ങൾ പെട്ട് കിടപ്പിലായ ആൾക്കാരെ നമ്മൾ 50 പേരെ നമ്മൾ അവിടെ കിടത്തി പരിശോധിച്ച് ചികിത്സിക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. 50 പേർക്ക് 100 പേർക്ക് ഡെയിലി വന്ന് പോയിട്ട് ചികിത്സ നടത്താനുള്ള സംവിധാനം ഉണ്ടാവും സൗജന്യമായിട്ട്. അതിൽ ഫിസിയോതെറാപ്പി മുതൽ ഒക്യുപേഷൻ തെറാപ്പി മുതൽ ബിഹേവിയർ പല തെറാപ്പികളിലൂടെയൊക്കെ കടന്നു പോയിട്ട് അവർക്ക് ചികിത്സ നമ്മൾ അതൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മൊഡ്യൂൾ പ്രകാരം നമ്മൾ അവർക്ക് വേണ്ടത് കൊടുക്കും. അതാണ് ആ നാലാമതായിട്ട് വരുന്ന സംഭവം ഉള്ളത്. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്ന വേറെ ഭാഗം സ്റ്റെപ്സ് ഹാപ്പിനെസ് വില്ലേജ് എന്ന് പറയുന്ന സംഭവം. ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് തെരുവിൽ അനാഥരാക്കപ്പെട്ട വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട ആൾക്കാരുണ്ടാവും, അങ്ങനെ തുടങ്ങിയിട്ട് നോക്കാൻ ആളില്ലാത്തവരുണ്ടാവും. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഏറ്റെടുത്തിട്ട് 50 പേരെ നമ്മൾ നോക്കി ഇവിടെ അക്കോമഡേറ്റ് ചെയ്ത് അവരെല്ലാം ചെയ്ത് നോക്കി പരിശോധിക്കുന്നു നോക്കുന്നു എന്നുള്ളതാണ്.
ഇതിൽ നമുക്കുള്ള ഒരുപാട് നേരത്തെ ജബ്ബാറാജ് പറഞ്ഞതുപോലെ അവിടെയാണ് വെന്റിലേറ്റർ സൗകര്യങ്ങളൊക്കെ വരിക. കാരണം ഒരു ഹോസ്പിറ്റലിൽ ഒരു വെന്റിലേറ്ററിൽ മരിക്കുന്ന വരെ എന്നുള്ള വെന്റിലേറ്ററിൻ്റെ കണക്ക്. അപ്പോൾ അത് ആ മരിക്കുന്ന സമയത്ത് ഏകദേശം വീടൊക്കെ പറമ്പൊക്കെ വിറ്റിട്ട് അവസാനം അയക്കുമ്പോൾ ആൾ മരിച്ചു പോവുക. ആ സംവിധാനം ഒഴിവാക്കാൻ വേണ്ടി, ചൂഷണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറഞ്ഞ സംവിധാനം, ഒരു 5ഓളം വെന്റിലേറ്റർ സംവിധാനം നമ്മുടെ കയ്യിലുണ്ടാവും. അവിടെ അവർക്ക് ഒറ്റയ്ക്ക് ഒരു വെന്റിലേറ്റർ മരിക്കുന്നതിന് പകരം വീട്ടുകാരുടെ കൂടെ കടന്നുകൊണ്ട് തന്നെ മരിക്കുന്ന രൂപത്തിലേക്കുള്ള ചെയ്യുന്ന രൂപത്തിലുള്ള സംവിധാനം നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് അതൊക്കെ ഇതിൽ വരുന്ന സംവിധാനങ്ങളാണ്. ഇവിടെ നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുന്ന സംവിധാനം വരെ ഇവിടെ ഉണ്ടാവും. കാരണം മരണപ്പെടുന്നവരെ കുളിപ്പിച്ച് കൊണ്ടുപോകണമല്ലോ. അതാണ്. അതോടൊപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി നേരത്തെ പറഞ്ഞു, വീടുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പ്രായമായ ആൾക്കാർ, അതിപ്പോൾ പൈസക്കാരും സാധുക്കളൊന്നും കണക്കില്ല. കാരണം പ്രായമായി കഴിഞ്ഞാൽ വീട്ടിൽ തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത അവസ്ഥ വരുമ്പോൾ, തിരിഞ്ഞു നോക്കാൻ ആളുണ്ടെങ്കിലും ശരി അവിടെ ഒറ്റപ്പെടാൻ സംഭവമുണ്ട്. കാരണം സുഹൃത്തുക്കളും പിന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ 1-2 വർഷം വന്ന് നോക്കും വിശേഷം അന്വേഷിക്കാൻ. അത് കഴിഞ്ഞാൽ വിളിയും ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഒറ്റയ്ക്ക് ഈ അസുഖമായ വീട്ടുകാരുണ്ടാവും. അപ്പോൾ ഇത് അനുഭവിച്ച പലർക്കും അറിയാം. എനിക്കെൻ്റെ വാപ്പ 12 വർഷം സുഖമില്ലാതെ കിടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എൻ്റെ ആ ഒരു അവസ്ഥ ഉള്ളത്. അപ്പോൾ അവരെ നമ്മൾ രാവിലെ നമ്മളെ ആംബുലൻസിൽ നമ്മൾ നഴ്സുമാർ പോയിട്ട് വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ അവരെ ഹാപ്പി ആക്കുന്ന ഒരുപാട് ആക്ടിവിറ്റികളുണ്ടാവും. അത് നമുക്ക് ഇവിടെ മെഡിറ്റേഷൻ പരിപാടി ഉണ്ടാവും, സംഗീത പരിപാടികളുണ്ടാവും, അവർക്ക് ഗെയിമുകളുണ്ടാവും, അവർക്ക് പിന്നെ കോഫി ഷോപ്പ്, റെസ്റ്റോറൻറ്റ്, റെസ്റ്റ് റൂം തുടങ്ങിയിട്ട് എല്ലാ ഫെസിലിറ്റി ഒരുക്കി കൊടുത്തിട്ട് വൈകുന്നേരം വരെ അവരെ നമ്മൾ ഹാപ്പി ആക്കിയിട്ട് അന്നത്തെ ദിവസം അവരെ പെരുന്നാളാക്കി വീട്ടിൽ പറഞ്ഞേക്കുന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആക്ടിവിറ്റി. ഇത് എവിടെയും കേരളത്തിൽ നമ്മൾ പോയി കാണാത്തൊരു ആക്ടിവിറ്റിയാണ്. കാരണം ഞങ്ങൾ കേരളത്തിൽ 9ഓളം സെൻറ്ററിൽ പോയിട്ട് നേരിട്ട് പോയി പരിശോധിച്ച് പഠിച്ച അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ട് ഒരു സംഭവമാണിത്. ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട വേറെ സംഭവം, അസിസ്റ്റീവ് ടെക്നോളജി ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട്. അതിപ്പോൾ എവിടെ കേൾക്കാത്ത സംഭവമാണ്. അതായത് ഇപ്പോൾ ഒരു കാലിന് ഒരു ഹാഫ് ഉയരമില്ലാത്ത ഒരാൾക്ക് അവർക്ക് ഈ ഇത് വേണം, ലെഗ് വെക്കണമെങ്കിൽ അതിന് റിസർച്ച് നടത്തി ഓരോ ഷേപ്പിലും ഓരോന്നേക്കും ഉണ്ടാവുക. അപ്പോൾ അതിനുള്ള സംവിധാനം അസിസ്റ്റീവ് ടെക്നോളജി ആൻഡ് റിസർച്ച് സെൻറ്റർ എന്ന രൂപത്തിലേക്കുള്ള സംവിധാനം നമ്മളിതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവരെല്ലാം ആവശ്യത്തിനുള്ള ക്യാൻറ്റീൻ ബിൽഡിങ്ങും നമുക്ക് വരുന്നത്. അങ്ങനെ 7 ബിൽഡിങ്ങുകളായിട്ട് വരുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മൾക്ക് വിഭാവനം ചെയ്യുന്നത്. അതിൽ ഏകദേശം 3 ഏക്കർ 3.5 ഏക്കറോളം ലാൻഡ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊരു 5 ഏക്കർ ലാൻഡായി മാറുമ്പോൾ നമുക്ക് പൂർണ്ണ തോതിൽ വരാൻ പറ്റുള്ളൂ. പിന്നെ ഹാപ്പിനെസ് പാർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന വലിയൊരു സംഭവം, ഒരു പാർക്ക് വരുന്നുണ്ട് ഇതിൽ. ആ പാർക്ക് ഏറ്റവും ടോപ്പിൽ നല്ലൊരു പാർക്ക്, അതിൽ പിന്നെ വാക്കിംഗ് ട്രാക്ക്, ജോഗിങ് ട്രാക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ല ഈ ആൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർക്ക് ഹാപ്പിയായി വൈകുന്നേരം പോകാൻ പറ്റുന്ന സംവിധാനത്തിലുള്ള കൂടെ വരുന്നവർക്കൊക്കെ ഹാപ്പിയാക്കുക. കാരണം ഇവിടെ വരുന്നവരൊക്കെ പ്രശ്നമുള്ള ആൾക്കാരാണല്ലോ. അത് ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളായാലും അവരുടെ പാരൻസും സ്ട്രെസ്ഫുൾ ആയിരിക്കും. അവരൊക്കെ റിലീസാക്കിയിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ഒരു ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുമെന്നുള്ളതാണ് ഹാപ്പിനെസ് വില്ലേജിൻ്റെ ലക്ഷ്യം തന്നെ. അതിൻ്റെ ഒരു ഏകദേശ രൂപയെ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് യാഥാർത്ഥ്യമാക്കാൻ പോകുന്ന ഹാപ്പിനെസ് പാർക്കിൻ്റെ ഒരു ചെറിയ ഒരു വിവരണം മാത്രമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ തുടക്കം കൊണ്ടോട്ടി ശാസ്തക ഡയൽ സെൻറ്റർ. ഈ ഡയൽ സെൻറ്റർ അവിടെയുള്ള രോഗികളുടെ ചികിത്സ മാത്രം ഒരുപാട് ആൾക്ക് അനുഭവം. ഞാൻ തന്നെ ഒരു അനുഭവസ്ഥനാണ്. എല്ലാവർക്കും ജബ്ബാറയ്ക്കൊക്കെ അറിയാം. എനിക്ക് ഡോക്ടർ ഇനി അധിക കാലം ജീവിക്കില്ല എന്ന് പറഞ്ഞു കൊടുത്തുനിന്ന് ഇന്ന് ഞാൻ അതിന് ശേഷമാണ് UAE-ലും വിവിധ രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒക്കെയാണ് യാത്ര ചെയ്തത്. ആ ഡോക്ടർമാർക്ക് ഒരു അത്ഭുതമാണ്. എന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർമാർ പറയും അത് സത്യത്തിൽ കൊണ്ടോട്ടി ശാസ്തങ്ങ ഡയൽ സെൻറ്ററിലെ രോഗികളുടെ പ്രാർത്ഥനയാണ് എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. എല്ലാവരും ഇതാക്കി എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ഗ്രാമത്തിൽ പോലും എനിക്കൊന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ളിടത്തുനിന്ന് ഗൾഫിൽ വരുന്നു, ഇവിടെ ചാനൽ കൊടുക്കണം, പല രാജ്യത്തും ചർച്ച ചെയ്തു. ഈ ഒരു ആത്മവിശ്വാസം ഇന്നുള്ള ഞാൻ ജീവിച്ചു പോകുന്നത് തന്നെ ആ രോഗിയുടെ പ്രാർത്ഥന. ഇതുവരെ ഇത് ഞാൻ മാത്രമല്ല, ഒരുപാട് അനുഭവസ്ഥർ കൊണ്ടോട്ടി ശാസ്തങ്ങ ഡയൽ സെൻറ്റർ, ജാതി മതങ്ങളൊന്നുമില്ല, കൊണ്ടോട്ടിയുടെ പരിസരത്തുള്ള എല്ലാ അമ്പലങ്ങളും അവർ കാഴ്ചയായിട്ട് വലിയൊരു സംഖ്യ എല്ലാ വർഷവും ഡയൽ സെൻറ്റർ തരുന്നവരുണ്ട്, ഓണത്തിന് തരുന്നവരുണ്ട്. ജബ്ബാറാജി ഒന്നും കൂടി അതൊരു മനസ്സ് തട്ടുന്ന രീതിയിൽ ജബ്ബാറാജി അത് പറയും. ഇത് നമുക്കൊക്കെ ഒരു മാതൃകയാണ്. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ യാതൊരു വിഭാഗീയതയില്ല. എല്ലാവർക്കും വേണ്ടി, രോഗികൾക്ക് വേണ്ടി തുറന്നിട്ട് എല്ലാവർക്കും തണൽ നൽകുന്ന ആ തണൽ വൃക്ഷം. അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ട് പറയാൻ മോശമില്ല. നമ്മൾ ഹാപ്പിനെസ് പാർക്ക് മാത്രം പറഞ്ഞു പോകണ്ട, ജബ്ബാറാജി അതും കൂടെ പറഞ്ഞുകൊണ്ട്. അത് ഞങ്ങൾ പറയുകയാണെങ്കിൽ എത്രയോ അനുഭവങ്ങൾ മുന്നിലുണ്ട്, അത് അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. എന്നാലും നിരവധി ആളുകൾ അങ്ങോട്ട് നേർച്ചയാക്കി വെക്കാറുണ്ട്. ഞങ്ങളുടെ പലരും കൊണ്ടുവന്ന് തരും. അതുകൊണ്ടാണല്ലോ ഈ 42.5 ലക്ഷം രൂപയൊക്കെ ഒരു മാസം ചെലവ് വരുമ്പോൾ 5 കോടിയുടെ അടുത്ത് ഒരു വർഷമായി. വിവിധ ഭാഗങ്ങളിലുള്ളവരാണ്, വിവിധ ആളുകൾ, അത് വ്യക്തികളായി സംഘടനകളായി സ്ഥാപനം തരിക.
പലരും ഉദ്ദേശങ്ങളുണ്ടാവും. ആ ഉദ്ദേശങ്ങളൊക്കെ അവിടെ അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറി എന്ന് പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞതുപോലെ അനുഭവങ്ങളുടെ നിരവധി കാര്യങ്ങളുണ്ട് ഈ രംഗത്ത്. ഇപ്പോൾ 400-ലേറെ ക്ഷേത്രങ്ങളുടെ തന്ത്രി ആണ് ഉണ്ണി നമ്പൂരി ഞങ്ങളുടെ. അദ്ദേഹം ഒരു കീ ഞങ്ങൾക്ക് കൊടുത്തയക്കും. ഇപ്പം 2 തവണയായി ഒരു കീ കൊടുത്തേക്കും. അത് തങ്ങളെടുത്ത് കൊടുത്ത് തങ്ങളാണ് ഞങ്ങൾക്ക് തരിക. അപ്പോൾ ഇതൊക്കെ അത്തരം ആളുകൾ, അതിപ്പം അദ്ദേഹം എത്രയോ മലബാറിലെ വിവിധ സ്ഥലങ്ങളിലുള്ള 500-ലേറെ ക്ഷേത്രങ്ങളുടെ മേൽ തന്ത്രിയാണ്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് തെക്കിനെ തുണ്ണി നമ്പൂരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമൊക്കെ ഇങ്ങോട്ട് അയച്ചു തരും. ഇപ്പം ഞങ്ങളെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊക്കെ ഞങ്ങൾ ലഭിക്കാൻ അതുപോലെ അവിടെയുള്ള ക്ഷേത്രങ്ങൾ പല ആളുകളും എല്ലാ ക്ഷേത്രങ്ങളും മുതുവല്ലൂര് ക്ഷേത്രത്തിൽ അവര് അന്നദാനം നടത്തി കഴിഞ്ഞ് 12ഓളം ചാക്ക് അരി ബാക്കി വന്നപ്പോൾ ഒരൊറ്റ തീരുമാനം അവരെടുത്ത് അതെല്ലാം ഡയാലിസിസ് സെന്ററിന് മാറ്റണം. ഞങ്ങൾ പോയി അത് ഏറ്റുവാങ്ങി. ചില ആളുകളൊക്കെ, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല, പലരും നേർച്ചയാക്കി സ്വർണ്ണാഭരണം ഊരി തരാറുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന ആ രാത്രി ഭർത്താവിനോട് പറയാം, എൻ്റെ അമ്മ ഒരു നേർച്ചയാക്കിയാണ്, നിങ്ങളോട് കൂടി ചോദിച്ചിട്ട് ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു. എന്ത് വെച്ചു, ഒരു സ്വർണ്ണാഭരണം ഡയാലിസിസ് സെൻ്ററിൽ കൊടുക്കണം, എൻ്റെ അമ്മ നേർച്ചയാക്കി എനിക്കും വേണ്ടി. ആ രാത്രി പിറ്റേന്ന് തന്നെ ഞങ്ങളെ വിളിച്ച് അവർ 2 പേരും വന്ന് ഡയാലിസിസ് സെൻ്ററിൽ വന്ന് ആ സ്വർണ്ണാഭരണം ഉയർത്തിയിട്ടാണ്. കല്യാണത്തിൽ നിന്ന് ഞങ്ങളൊക്കെ വിളിച്ചു വരുത്തി സ്വർണ്ണാഭരണം ഊരി തന്ന സഹോദരിമാരുണ്ട്. എന്നെ വിളിച്ച് കതിർമണ്ഡപത്തിൽ നേരെ തന്നിട്ട് വിട്ടു പോകുന്നവരുണ്ട്. അത് ജാതി മതമൊന്നുമില്ല, അതൊന്നുമില്ല. അവിടെ എല്ലാവരും അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങളൊക്കെ ഞങ്ങൾക്ക് ശക്തമായ നിർദ്ദേശം തരും. ഒരു കാരണവശാലും അവിടെ ഒരു നിറവും കൊടിയും മറ്റൊന്നും നോക്കരുത്, അർഹതപ്പെട്ടതാണെങ്കിൽ അവർക്ക് അവിടെ കൊടുക്കണം എന്ന്. അത് ഇക്കാലം വരെ ഞങ്ങൾ കൊണ്ടുവന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ വിജയം. അവിടെ വേറൊന്നും നോക്കാറില്ല. അവിടെ അർഹതപ്പെട്ടതാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടാൽ അവർക്ക് ഞങ്ങൾ അവിടെ കൊടുക്കും. പക്ഷെ എല്ലാവർക്കും ഇനിയും 462ഓളം അപേക്ഷകർ ഈ 252 കൂടാതെ കാത്തു നിൽക്കുന്നു എന്നതാ സങ്കടകരം. അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സങ്കടം. എന്നും ആ വിഷമം. ഈ ഒരു പക്ഷേ ഞാനിപ്പം 4 ദിവസമായി ഞാൻ വന്നിട്ട് ഇപ്പം അത് ഒരു പക്ഷേ 475 480 ആയി കാണും. അപേക്ഷകർ ഇങ്ങനെ ഡെയിലി കൂടി വരികയാണ്. അപ്പോൾ എല്ലാവരും സഹായിക്കണം. സമയം നീണ്ടുപോയി. അവസാനിപ്പിക്കുകയാണ്. അപ്പൊ തന്നെ ഒരു കാര്യം, നമ്മൾ വിഷുവിന് കഴിഞ്ഞ വിഷു കൈനീട്ടം വേൾഡ് ബാങ്കിന്റെ ഒരു അഡ്വൈസറായ പുള്ളിയുടെ, അതായത് പഴയ കാലത്ത് 921 അറിയപ്പെടുന്ന നമ്പൂരി ബാങ്കിന്റെ പിന്നെ മാധവൻ നായരുടെ മകള്, നമ്മളെല്ലാം പോയിട്ട് ആദ്യത്തെ വിഷു കൈനീട്ടം സെന്ററിനാണ് നടത്തിയത്. വലിയ മോശമില്ലാത്തൊരു സെന്റർ. ഇപ്പോഴും അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ഈ 7-ാം തീയതി 9-ാം തീയതി ഉദ്ഘാടനം മാത്രമല്ല, നമ്മുടെ ഒക്കെ മലപ്പുറം ജില്ലയിലോ ഒന്നും വരാൻ പറ്റുന്നൊക്കെ കുടുംബങ്ങൾക്ക് അവരുടെ കുടുംബയോഗങ്ങൾ, കുടുംബ സംഗമങ്ങൾ നടത്താനുള്ള ഒരു സംവിധാനം ഡയാലിസിസ് സെൻ്ററിൽ നല്ലൊരു ഓഡിറ്റോറിയം ഉണ്ട്, മനോഹരമായ ഒരു ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയത്തിൽ നിങ്ങളുടെ കുടുംബ സംഗമങ്ങളൊക്കെ വെക്കണം. നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മൾക്കൊക്കെ തന്നെ നമ്മുടെ എല്ലാവിധ നമുക്കൊരു ബോധമുണ്ടാവാൻ, നമ്മൾ ആരാണ്, നമ്മൾ ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടാനും, അവിടെ നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്ക് ഈ രോഗികളൊക്കെ ആയിട്ട് ഇടപഴകാനും പറ്റുന്ന, അവരൊക്കെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും പറ്റുന്ന ഒരു ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ കുടുംബ സംഗമം നടത്താനുള്ള സംവിധാനം കൂടി നമ്മുടെ ഡയാലിസിസ് സെൻ്ററിൻ്റെ ഓടിയെടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, 9-ാം തീയതി വെട്ടുകാടിലാണ് പരിപാടി. ഇത്രയല്ലേ പാർക്കിലും അതുപോലെ തന്നെ ഒരു കല്യാണ സംവിധാനം ഉണ്ടാവും കേട്ടോ. ചില കല്യാണത്തോളം ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവസാനിക്കുന്നില്ല. ഡയാലിസിസ് സെന്ററിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വർഷങ്ങളോട് ചെയ്തു തീർത്തതാണ്. അപ്പോൾ അത് പറഞ്ഞ് നമ്മുടെ ചാനലിന്റെ പരിമിതമായ ഈ സമയം കവർന്നെടുക്കുന്നുള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ജബ്ബാറാജി നമുക്ക് ഇനിയും കിട്ടും. നമുക്ക് ഇനിയും ഇതിന്റെ കുറേ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ട, പലരും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.